ഹൂദ് നബി അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചത് ആദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. ആദ് ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ആരയച്ചത്? ഹൂദ് നബി അലൈഹി സ്വലാമിനെ അയച്ചത്. ശ്രദ്ധിക്കണം, നിങ്ങളെ ഈ സദസ്സിൽ നിന്ന് പഠിപ്പിച്ചങ്ങ് വിടുകയാണ്. നബി ആരാണെന്ന്, മുഹമ്മദ് നബി ആരാണെന്ന് പഠിപ്പിച്ചു വിടുകയാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എവിടേക്ക് മാത്രം അയച്ചത്? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രം, ഒരു ഗോത്രത്തിന്റെ പേരാണ് ആദ്. ആ ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പ്രബോധനത്തിന് വേണ്ടി ആരയച്ചത്? ഹൂദ് നബി അലൈഹി സ്വലാമിനെ അയച്ചത്. ഇതാര് പറഞ്ഞു ഉസ്താദേ? ഖുർആനിലുണ്ട്, ഖുർആൻ ഓതിയാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് ഹൂദ് നബി അലൈഹി സ്വലാം? ഹൂദ് നബി അലൈഹി സ്വലാം ആള് നിസ്സാരക്കാരനല്ല. പരിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് ഹൂദ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? സൂറത്ത് ഹൂദ്. 1,24,000 പ്രവാചകന്മാർ, അതിൽ 313 മുർസലീങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ 25 പേരുടെ പേരെ വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊരു പ്രവാചകന്റെ പേരുമാണെന്ത്? ഹൂദ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേരിൽ 114 സൂക്തങ്ങളിൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതാകുന്ന വിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് കൊണ്ട് അള്ളാഹു കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരാണ് സൂറത്ത് ഹൂദ്. മറ്റു ചില പ്രവാചകർക്ക് കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂസുഫ്, മഹിളകൾക്കും കൊടുത്തിട്ടുണ്ട്. സൂറത്ത് മറിയം. ഇതൊക്കെ നമ്മൾ ഓതണം, നമ്മൾ പഠിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സൂറത്ത് യൂസുഫ് പഠിക്കുമ്പോഴേ ഒരു കുടുംബത്തെ കുറിച്ചുള്ള പശ്ചാത്തലം മനസ്സിലാകും. നിന്റെ സഹോദരങ്ങൾ വഞ്ചിച്ചേക്കാം, അവർ നിന്നോട് അസൂയ വെച്ചേക്കാം, പകയും വിദ്വേഷവും ഉണ്ടായേക്കാം. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, ഒരു കുടുംബം എങ്ങനെയാകും എന്നതിലേക്കൊക്കെയുള്ള ഒരു സൂചികയാണ് സൂറത്ത് യൂസുഫ് നമ്മളോട് വിളിച്ചോതുന്നത്. അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിച്ചു. ആരുടെ പേരിൽ? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത് എവിടേക്ക് മാത്രം? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ്. ഒരു പട്ടണത്തിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രമല്ല, അല്ലെങ്കിൽ ലോകത്തിൽ ഒരു വലിയ വൻകരയിലേക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത്. ലോകം മുഴുവനും ഒട്ടാകെ ആയിട്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. നബിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആദ്യമായിട്ട് ഇതാണ്. നബി സാധാരണക്കാരനല്ല എന്നതിലേക്കുള്ള ഒരു സൂചികയാണിത്. ആ പ്രവാചകന് മുമ്പോ ശേഷം പ്രവാചകരില്ല. മുമ്പുള്ള ഒരാളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് മുഴുവനായിട്ട് പോയിട്ട് ഒരു വൻകരയിലേക്ക് പോലും അല്ലാഹു അയച്ചിട്ടില്ല. അടുത്ത പ്രവാചകൻ 1-2 പേരെ പറയുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആനിൽ തപ്പിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വഇലാ സമൂദ അഖാഹും സാലിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാ സാലിഹ് നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത് എവിടേക്ക് മാത്രം? സമൂദ് എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് മാത്രം. ഗോത്രമാണ്, ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പോയി പ്രബോധനം നടത്തുമെന്ന് പറഞ്ഞ് ആരയച്ചത്? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അയച്ചത്. സാലിഹ് നബി ആരാ? അല്ലാഹ്. സാലിഹ് നബി വലിയൊരു സംഭവമല്ലേ? അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കുറിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നഖത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞത്? വളരെ ശ്രദ്ധിക്കണം. ലോകത്തൊരുപാട് ഒട്ടകങ്ങളുണ്ട്. അള്ളാന്റെ റസൂലിനും ഉണ്ടായിരുന്നു ഒട്ടകം, ഇന്നുമുണ്ട് ഒട്ടകം. നബിതങ്ങളുടെ ഒട്ടകത്തിന്റെ പേര് ഒളബാ എന്ന ഒട്ടകമായിരുന്നു. എന്താണ് നബിയുടെ ഒട്ടകത്തിന്റെ പേര്? ഒളബാ. നബിയുടെ ഒട്ടകത്തിന്റെ പേരാണ്. നമുക്കുണ്ടാവുമല്ലോ വണ്ടി, അല്ലെ? വാഹനം ഉണ്ടാവും. പേരെന്തായിരിക്കും? BMW, അല്ലെ? മെഴ്സിഡസ് ബെൻസ്, അല്ലെങ്കിൽ ഇന്നോവ. ഇങ്ങനെ ഓരോ വണ്ടികളുണ്ടാവും. അല്ലെങ്കിൽ ആൾട്ടോ ഉണ്ടാവും, 800 ഉണ്ടാവും, സൈക്കിൾ ഉണ്ടാവും. ഇങ്ങനെ ഓരോരോ പേര്. അള്ളാന്റെ റസൂലിന്റെ ഒരു ഒട്ടകത്തിന്റെ പേര്, നബി നിങ്ങളുടെ വാഹനത്തിന്റെ പേരെന്താണ്? ഒളബാ എന്നായിരുന്നു. ഖുറാഖല്ല, അതിനെക്കുറിച്ചല്ല. നബി ഭൂമിയിൽ ഓടിച്ചു നടന്ന വാഹനത്തെ കുറിച്ചായി പറഞ്ഞു. ഒളബാ, ഒരൊട്ടകത്തിന്റെ പേര്. അപ്പൊ അന്നും ഇന്നും എന്നും ഒട്ടകമുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആനിൽ നാഖത്തല്ലാഹ് എന്ന് പറഞ്ഞത് ആരുടെ ഒട്ടകത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ? ആരുടെ ഒട്ടകമാണ്? സാലിഹ് നബിയുടെ ഒട്ടകമാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ
فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഒട്ടകത്തെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ ഇതാ വിശ്വസിക്കണമെങ്കിൽ, സാലിഹേ സാലിഹേ, ആ കാണുന്നതായ പർവ്വതത്തിനിടയിൽ നിന്ന് നീ ഒട്ടകത്തെ പുറപ്പെടുവിക്കണേ. ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് കുടിക്കാനും കഴിയണേ എന്ന് പറഞ്ഞപ്പോ സാലിഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു അപാരമായ മുഅ്ജിസത്ത് കൊടുക്കുകയാണ്, അമാനുഷികമാകുന്ന ശക്തി കൊടുക്കുകയാ. തന്റെ ചൂണ്ടുവിരലിന് ഉയർത്തിയപ്പോ അതാ പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു സുന്ദരിയാകുന്ന ഒട്ടകത്തെ അല്ലാഹു പുറപ്പെടുവിക്കുകയാണ്. വിരൽ ചൂണ്ടിയിട്ട് ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. എവിടെ നിന്ന്? പാറക്കെട്ടിനിടയിൽ നിന്ന്. ആര്? സാലിഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെയൊക്കെ ചരിത്രമുണ്ട് ഉസ്താദേ? ഉണ്ട്, ഖുർആനിലുണ്ട്. സൂറത്തു ശംസ്. നമ്മൾ ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ പറയുകയാണെങ്കിൽ 10 ദിവസം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞു വേണം. കാരണം അത്രത്തോളം ചരിത്രങ്ങളുണ്ട് ഖുർആനിൽ. നമ്മൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സിനിമാ നടന്മാരുടെ, നടിമാരുടെ, അവരുടെ ചരിത്രം, ഇവരുടെ ചരിത്രം, ഇതൊന്നും ഒരു കാര്യമില്ല. ഇതിലൊന്നും ഫായിദയില്ല. നമുക്ക് ജീവിതത്തിന് രക്ഷപ്പെടുന്നത് ഖുർആൻ പറഞ്ഞ കുറേ ചരിതങ്ങൾ പഠിക്കുമ്പോഴാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലൊരു ചരിത്രമാണ് സാലിഹ് നബിയുടെ ഒട്ടകം. ഈ ഒട്ടകത്തെ അല്ലാഹു കൊടുത്തിട്ട് അല്ലാഹു പറയാൻ, അല്ലാഹുവിന്റെ ഒട്ടകമാണ് ഈ ഒട്ടകം. അല്ലാഹു നൽകിയതാ. ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ, അതിന്റെ കുടിനീരും ശ്രദ്ധിക്കണേ. ഈ ഒട്ടകത്തെ നിങ്ങൾ കൊന്നു കളയരുതേ എന്ന് പറഞ്ഞപ്പോ അവരിൽ അതാ ഒരാൾ കടന്നു വരുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി അറുത്ത് കളയുകയാണ്. അതിനെ നിഷ്ഠൂരമായി കൊന്നുകളയുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊന്നുകളയും. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു പോയി, യാ റസൂലല്ലാഹ്, മൻ അസ്ഖൽ ഖൗം, ജനങ്ങൾ വെച്ച് ഏറ്റവും പരാജിതനാരാണ്? ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഏറ്റവും വലിയ ഗുണ്ടയുടെ പേര് ഈ സദസ്സിലൂടെ പഠിക്കാൻ. ഏറ്റവും വലിയൊരു ഗുണ്ട പേര് പഠിക്കേണ്ട സനൂപേ. ഏറ്റവും വലിയൊരു ഗുണ്ടയുടെ പേര് എന്താണ്? അള്ളാഹിന്റെ റസൂല് പറയാണ്. ഉടനെ നബിയോട് ചോദിച്ചു, മൻ അഷ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും വലിയ പരാജിതൻ, ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുദാർ ഇബ്നു സാരിഫ്, ഖുദാറാൻ അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അല്ലാഹു കൊടുത്തതായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞതായ ഖുദാറാണ് ഏറ്റവും വലിയ ഗുണ്ടയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ പിന്നെ അപ്പീലില്ല. നബി പേര് വെച്ച പിന്നെ പേര് വെച്ചതാണ്. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹാബി വര്യൻ എപ്പോഴും പൂച്ചയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരു കുഞ്ഞു പൂച്ചയെ തോളത്തിട്ടുകൊണ്ട് എപ്പോഴും നടക്കും. എവിടെ വന്നാലും അദ്ദേഹത്തിന്റെ കൈകളിൽ ആ പൂച്ചയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു അബൂ ഹുറൈറ, യാ അബാ ഹുറൈറ എന്ന് വിളിച്ചു. ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ച, ഹുറൈറ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പൂച്ച. യാ അബാ ഹുറൈറ, അല്ലയോ കുഞ്ഞു പൂച്ചയുടെ പിതാവേ. പിന്നെ അദ്ദേഹത്തിന് ആ പേരിൽ അറിയപ്പെട്ടു. അബ്ദുള്ള എന്ന പേര് തന്നെ ഇല്ലാതായി. ഹദീസുകൾ കാണാം, ലക്ഷക്കണക്കിന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത വ്യക്തിയാണ്.
അബൂ ഹുറൈറ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നബിതങ്ങൾ അങ്ങനെ നടന്നു, നബിതങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ പറയുന്ന മഹാനുഭാവനാണ് ആര്? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് പോലും അൻ അബ്ദുല്ലാഹി എന്ന് നിവേദനം ചെയ്തിട്ടില്ല. എല്ലാം വന്നിട്ടുള്ളത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആരാണ് ഈ കുഞ്ഞുപൂച്ചയുടെ പിതാവ്? അബ്ദുള്ള എന്ന സ്വഹാബിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് വീണത്? കുഞ്ഞുപൂച്ചയെ തോളിലെടുത്തു വെച്ചുകൊണ്ട് എപ്പോഴും നടന്നപ്പോൾ അള്ളാന്റെ റസൂൽ ഓമനിച്ച് വിളിച്ചു അദ്ദേഹത്തെ യാ അബാ ഹുറൈറ, കുഞ്ഞുപൂച്ചയുടെ പിതാവ് എന്ന്. ചരിത്രത്തിൽ ഇന്ന് വരെ ആ പേര് മാറ്റിയിട്ടില്ല. നബി പേര് വിളിച്ചാൽ പിന്നെ അങ്ങനെയാണ്. ഏറ്റവും വലിയ ഗുണ്ട ആരാണ്? ഖുദാർ. പഠിച്ചു വെച്ചോ. പേരൊക്കെ ചിലപ്പോൾ പെണ്ണുങ്ങൾ എഴുതി വെക്കും. കാരണം എന്താ? മക്കൾക്ക് ഇടാൻ വേണ്ടി. എന്നെ പെണ്ണുങ്ങളെ ഇതിട്ടേക്കല്ലേ, നീ ഇടാ പേര് കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെക്കുക. കാരണം വല്ല കിസ്സൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി. അല്ലാതെ ഇത് മക്കളുടെ പേരായിട്ട് നല്ല പേരല്ലോ, ഇതുവരെ ആർക്കും ഇല്ലാത്ത പേര് ഇന്ന് തന്നെ ഇട്ടേക്ക്, എൻ്റെ മോന് ഖുദാറെന്ന് ഇടണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹികളാകുന്ന മക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിദീങ്ങളുമായി അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നാഖത്തല്ലാ എന്ന് അല്ലാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞതാകുന്ന അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞത് സാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് എവിടേക്ക് മാത്രമാണ്? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. എവിടേക്കല്ല? ഒരു സമൂഹത്തിലേക്കല്ല, പിന്നെ ഒരു വൻകരയിലേക്കല്ല, ഇവിടെങ്ങും ഒരു പട്ടണത്തിലേക്കല്ല, ഒരു പ്രവിശ്യയിലേക്കല്ല. എവിടേക്ക് മാത്രം? ഒരു ഗോത്രം. ആ ഗോത്രം മാത്രം പോയി പ്രബോധനം നടത്തിയാൽ മതി, വേറൊരു പരിപാടിയില്ല. ചിന്തിച്ചു നോക്ക്. മുഹമ്മദ് നബിയോ ലോകർക്ക് മുഴുവനും അയക്കപ്പെട്ട വ്യക്തിയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദിയന അഖാഹും ശുഐബാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. യമനിലെ ഇറമെന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ളതായ മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ് ശുഐബ് നബിയെ നാം നിയോഗിച്ചത്. ശുഐബ് അലൈഹിസ്സലാം. ഉറക്കെ പറയൻ, ശുഐബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ എവിടേക്ക് മാത്രം അയച്ചത്? യമനിലെ ഇറം എന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ള മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അയച്ചത്. ഇതാര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുക. വളരെ ശ്രദ്ധിക്കണം. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് നിസാരപ്പെട്ട പ്രവാചകനല്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വടിയാണ് ബഹുമാനപ്പെട്ട മരുമകനായ മൂസാ നബിയുടെ കയ്യിലേക്ക് അദ്ദേഹം കൊടുത്തത്. ആ വടിയാണ് ചെങ്കടലിലടിച്ചപ്പോ രണ്ട് ഭാഗത്തേക്കായി ചെങ്കടൽ മാറി നിന്നത്. അതിലൂടെയാണ് മൂസാ നബിയും പരിവാരങ്ങളും രക്ഷപ്പെട്ടത്. ആ ചെങ്കടലാണ് ഫിർഔനെയും കൂട്ടാളികളെയും അല്ലാഹു മുക്കി കൊന്നുകളഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. ഏത് വടി ആര് കൊടുത്തതാണ്? ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്തതാണ്. അമ്മായി അപ്പൻ കൊടുത്ത വടിയാണ്. തന്റെ ഭാര്യയുടെ ഉപ്പയാണ്, മൂസാ നബിയുടെ ഭാര്യയുടെ ഉപ്പയുടെ പേരാണെന്ത്? ശുഐബ് നബി അലൈഹിസ്സലാം. ഇതൊക്കെ പഠിക്ക്, പ്രവാചകന്മാരുടെയാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളുടെ പേരെന്താ? സഫൂറ ബീവി. മൂസാ നബിയുടെ ഭാര്യയുടെ പേരെന്താണ്? സഫൂറ ബീവി. നല്ല പേരാണ്. സഫൂറ ബീവിയുടെ ഉപ്പയാണ് ആര്? ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ശുഐബ് നബിയുടെ കയ്യിലിരുന്ന വടിയാണ്. അല്ല, ചില താരീഖുകളിൽ കാണാം അത് ആദം നബി അലൈഹിസ്സലാം മുതൽ കൈമാറ്റം ചെയ്യപ്പെട്ട വടിയാണ്. ഒരു സാധാരണ വടിയല്ല, ഒരു അമാനുഷികതയുണ്ട് ആ വടിക്ക്. ആ വടിയാണ് നിലത്തേക്കിടുമ്പോൾ പാമ്പായി സർപ്പമായി മാറുന്നത്. ആ പാമ്പിന്റെ വാലിൽ പിടിക്കുമ്പോഴാണ് വീണ്ടും പഴയതുപോലെ വടിയായി പരിണമിക്കുന്നത്. ഭയങ്കര വടിയാണത്. മൂസാ നബിയുടെ വടി കേട്ടിട്ടില്ലേ? ഉണ്ട്. വലിയ വ്യക്തിയാണ് ശുഐബ് നബി അലൈഹിസ്സലാം. ആ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അല്ലാഹു എവിടേക്ക് മാത്രം അയച്ചത്? കേവലം മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രം. വഇലാ മദിയന അഖാഹും ശുഐബാ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചത് മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ്.
വളരെ ശ്രദ്ധിക്കണം. മദിയൻ എന്ന് പറയുന്ന സ്ഥലം ഇന്നുമുണ്ട്. ഇന്ന് അവിടേക്ക് ആര് പ്രവാചകനല്ല? ശുഐബ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനല്ല. ശ്രദ്ധിക്കണേ. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നെ എപ്പോൾ മാത്രമാണ് പ്രബോധനത്തിന് വേണ്ടി അയച്ചത്? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രവാചകനാക്കിയതാകുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന യമനിലെ ഇറമെന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ള മദീന എന്ന് പറയുന്ന പ്രവിശ്യയിൽ അന്ന് ജീവിച്ചിരുന്നതാകുന്ന ജനങ്ങളിലേക്ക് മാത്രമാണ് ശുഐബ് നബി നിയോഗിതനായിട്ടുള്ളത്. അതിനുശേഷം ഇല്ല. മനസ്സിലാക്കണം. അതിനുശേഷം ഇന്നും എന്തുണ്ട്? മദീന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇന്ന് അവിടെ കാര്യമില്ല. ശുഐബ് നബി പ്രബോധകനല്ല. വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇന്ന് അവിടേക്കും പ്രബോധകനാണ് ആര്? മുഹമ്മദ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പഠിക്കേണ്ട വിഷയം. ആ സമൂഹത്തിലേക്ക്, അക്കാലഘട്ടത്തിലെ ജനതയിലേക്ക് മാത്രമായിട്ടാണ് ശുഐബ് നബി അയച്ചത്. ഇനി മരുമകൻ എവിടെയാണ്? ശുഐബ് നബിയുടെ മരുമകൻ എവിടേക്ക് അയച്ചത്? ബനു ഇസ്രായേൽ സമൂഹത്തിലെ അക്കാലഘട്ടത്തിലെ ജനതയിലേക്കും റംസീസ് രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന ഫിർഔനിലേക്കും മാത്രമായിട്ടാണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى. പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ഫിർഔൻ അതാരാണ്? റംസീസ് രണ്ടാമൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ചരിത്രത്തിൽ. വളരെ ശ്രദ്ധിക്കണേ. പല ആളുകളും ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, എല്ലാ ഫിർഔനും ലഅനത്തുല്ലാഹി അലൈഹി അല്ല, അഥവാ ശപിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളല്ല. മനസ്സിലാക്കണം. ശപിക്കപ്പെടേണ്ട ആളുകളല്ല. എന്തേ കാരണം? ബനു ഇസ്രായേൽ സമൂഹത്തിലെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന രാജാക്കന്മാർക്ക് കൊടുക്കുന്നതാകുന്ന ഒരു സ്ഥാനപ്പേരാണ് എന്ത്? ഫിർഔൻ എന്ന പേര്. മനസ്സിലാക്കണം. ഫിർഔൻ എന്ന പേര് ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ബനു ഇസ്രായേൽ ജനതയിലെ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. ചില ഫിർഔനുകൾ എന്താണ്? പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചവരുമാണ്. റളിയല്ലാഹു അൻഹു പറയേണ്ട ആളുകളുണ്ട്. മനസ്സിലായോ? പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത് ഏത് വ്യക്തിയിലേക്കാണ്? റംസീസ് രണ്ടാമനിലേക്കാണ്. അദ്ദേഹമാണ് ലഅനത്തുല്ലാഹി അലൈഹി. അദ്ദേഹത്തെയാണ് എവിടെ മുക്കിക്കൊന്നിട്ടുള്ളത്? ചെങ്കടലിൽ മുക്കിക്കൊന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം കേട്ടോ. സ്വല്പം ബുദ്ധി കൊടുക്കുന്നവരൊക്കെ തിരിയുള്ളൂ. നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പഠിച്ചു കിട്ടിയാൽ റാഹത്താണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർഔനിലേക്കാണ് ആരെ അയച്ചത്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത്. അദ്ദേഹത്തിലേക്കും ആ കാലഘട്ടത്തിലെ ബനു ഇസ്രായേൽ സമൂഹത്തിലേക്കും മാത്രം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. അക്രമിയായ ഫിർഔനിലേക്ക് നീ പോകുക. ഏതാണ് ഫിർഔൻ? റംസീസ് രണ്ടാമൻ എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഫിർഔനിലേക്ക് മാത്രമാണ് നിന്നെ നാം നിയോഗിച്ചത്. അവന്റെ ജനതയിലേക്കും വേറെ എവിടേക്കുമില്ല. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ എടുത്തു നോക്കിയാൽ നേരം വെളുക്കും. അത് തന്നെ പറഞ്ഞിരുന്നാൽ ഓരോന്നോരോന്നോരോന്ന് പറഞ്ഞു പോയാൽ അങ്ങനെ തന്നെ പോകും. ഇപ്പൊ തന്നെ സമയം എത്രയായി? 10:30. 1.5 മണിക്കൂറായി. എത്ര മണിക്ക് തുടങ്ങി? 9:00 തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കാൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ ഫിർഔൻ രണ്ടാമൻ, റംസീസ് രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലേക്കും അദ്ദേഹത്തിന്റെ ജനതയിലേക്കും മാത്രമായിട്ടാണ് ആരെ നിയോഗിച്ചത്? മൂസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും. ഇനിയാണ് ഒരു വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയുന്നത്. നല്ലതുപോലെ ചിന്ത വെക്കുക. ഈ ലോകത്തേക്ക് മുഴുവനുമായിട്ടാണ് അള്ളാഹു നിയോഗിച്ചത് എന്ന്, ദൈവം നിയോഗിച്ചത് എന്ന് വാദിക്കുന്ന ചില ആളുകൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാനതിനാണ് ഇത് കൊണ്ടുവന്നത് തന്നെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ലോകരിലേക്ക് മുഴുവനും നിയോഗിതനായ വ്യക്തി അല്ല. വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു? بسم الله الرحمن الرحيم إن هو إلا أنعمنا عليه وجاوزناه مثلا لبني إسرائيل
ഖലീൽ. ബഹുമാനപ്പെട്ടതായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് അനുഗ്രഹങ്ങൾ നാം ചൊരിഞ്ഞതായ വ്യക്തിയാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഈസാ നബിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി. ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നാം നൽകിയിട്ടുണ്ട്. ഉപ്പയില്ലാതെ ജനിച്ച വ്യക്തിയാണ് സയ്യിദുന ഈസ അലൈഹിസ്സലാം. ഉറക്കെ പറയുന്നു, ഈസ അലൈഹിസ്സലാം വലിയ മഹാനാണ്. മൗലൂദ് വരുമ്പോൾ മാത്രം, മങ്കൂസ് മൗലൂദ് വരുമ്പോൾ ഉടക്കം പറയും, ഈസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം എന്താ, ചീരണി വിട്ടുമല്ലോ, ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ടും ഉണ്ടായിരിക്കണ്ട. ഉറക്കെ ചെല്ലിക്കോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ നിസാരവൽക്കരിക്കുക. അതാണ് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോണം, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാൻ, അദ്ദേഹം വീട്ടിനുള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വിളിച്ചു പറയും, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തിയ പറയും, എടാ നീ വീട്ടിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ നീ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ എന്ന് ഈസാ നബി പറയും. മാകുന്തും തദ്ഖിറൂന ഫീ ബിയൂതികും. ഖുർആൻ പറയാൻ, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതാകുന്ന രത്നങ്ങളും പവിഴങ്ങളും മാണിക്യങ്ങളും വൈഡൂര്യങ്ങളും ഉൾപ്പെടെ നിങ്ങൾ ഏതൊക്കെ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, എവിടേക്ക് ഒളിപ്പിച്ചിട്ടുണ്ടോ, അതെല്ലാം വിളിച്ചു പറയും സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. യുവാക്കൾ ചെറുപ്പക്കാരായിരുന്നു. അല്ലാഹു ഇന്നില്ലായിരുന്നു നന്നായി, ഇല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ ഫിലിമിന്റെ CD ഒക്കെ അവിടെ ഇരുന്നത് മൊത്തം ഇപ്പൊ പറഞ്ഞാൽ എവിടെയൊക്കെ ഇരിക്കുന്നതെന്നുള്ളത് എല്ലാം വെളിപ്പെടുത്തും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. വശപ്പെട്ട സ്വഭാവ വൈകല്യങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഷ്ഠരോഗികളാകുന്ന ആളുകളെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തടയിയാൽ മതി, അപ്പോൾ ആ രോഗം ശമനപ്പെടും. പരിശുദ്ധമായ ഖുർആൻ പറയാൻ, പാണ്ട് പിടിച്ചവനെയൊക്കെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് തലോടിയാൽ മതി, പരിപൂർണ്ണ ശമനം വരും. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ സൂഫി ഔലിയാക്കളുടെ സവിധത്തിലെത്തിയാൽ അവർ ഇജാസത്ത് കൊടുക്കുന്നത്, രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ 3 യാസീൻ ഓതണം. ഒന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഏറ്റവും വലിയ പ്രവാചകരാൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. നബി തങ്ങളെ ചികിത്സിച്ചാൽ പിന്നെ വേറൊരാൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നബിക്ക്, രണ്ടൊന്ന് ഈസാ നബിക്ക്, മൂന്നാമത്തത് ഇബ്രാഹിം അൽ ബാദിഷൽ എർവദി, എർവാടിയിലടങ്ങിയിരിക്കുന്ന ഇബ്രാഹിം ബാദിഷിക്ക്. ഇങ്ങനെ 3 യാസീൻ ഡെയിലി വെച്ച് ഓതിയാൽ എല്ലാ അസുഖങ്ങൾക്കും ശമനമാണ്. അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. മാറാവ്യാധികൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഈ യാസീൻ നിത്യമാക്കണം. 3 യാസീൻ. ഒന്ന് മുഹമ്മദ് നബിക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഈസാ നബി അലൈഹി സ്വലാമിന് വേണ്ടി, മൂന്നാമത്തത് ഇബ്രാഹിം അൽ ബാദിഷൽ എർവദി, എർവാടിയിൽ ഇറങ്ങിയിരിക്കുന്ന ഇബ്രാഹിം ബാദിഷയ്ക്ക് വേണ്ടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റ് യാസീനുകളും സൂറത്തുകളും ഖുർആനും ഒന്നും വേണ്ട എന്ന അർത്ഥത്തിലല്ല, അതൊക്കെ ചെയ്തോളിന്. അതോടൊപ്പം തന്നെ ഇതും കൂടി ചെയ്താൽ കൂടുതൽ ഫലമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കര സംഭവമാണ്. അങ്ങനത്തെ ഈസാ നബിയെ കുറിച്ച് അള്ളാഹു പറയാൻ, അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് അയച്ചത്? ഇസ്രായേലി സമൂഹത്തിലേക്ക് മാത്രമാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. ലോകത്തേക്ക് മുഴുവനുമായിട്ടല്ല, എവിടേക്ക് മാത്രമാണ്? ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് മാത്രമാണ് ഈസാ നബി അയച്ചത്. മത്തായി സുവിശേഷം 15-ാം ഖണ്ഡം 23, 24, 25 വചനം. ഇസ്രായേലിന് പുറത്തുകൂടി നടന്നു പോകവേ കർത്താവാകുന്ന യേശുവിനോട് അടുക്കൽ വന്നുകൊണ്ട് വൃദ്ധയായ ഒരു സഹോദരി ചോദിച്ചു, എന്നെ ഒന്ന് ആശീർവദിച്ചാലും. ശ്രദ്ധ കൊടുക്കാതെ നടന്നു നീങ്ങിയ കർത്താവിന്റെ പിറകെ അലമുറയിട്ടുകൊണ്ട് പെണ്ണുകൂടുകയാണ്. വൃദ്ധയാകുന്ന സഹോദരി, കർത്താവേ, ദാവീദ് പുത്ര, എന്നെ ഒന്ന് ആശീർവദിച്ചാലും. തൊട്ടുപുറകെ വന്നുകൊണ്ട് അഗ്നാട്ടിലെ അപ്പോസ്തലന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, ദാവീദ് പുത്ര, ഈ വൃദ്ധയാകുന്ന സഹോദരിയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ആശീർവദിച്ചാലും സമാധാനിപ്പിച്ചാലും
മരിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ഇങ്ങനെ മൊഴിഞ്ഞുവത്രേ, ഇപ്രകാരം പറഞ്ഞു: ഇസ്രായേലിന് പുറത്തുകൂടിയുള്ള പോകവിൽ ഇസ്രായേലി ജനതയിലേക്ക് മാത്രമായിട്ടാണ് എന്നെ ദൈവം നിയോഗിച്ചത്. ഇസ്രായേലിന് പുറത്തുള്ളവർക്ക് സുവിശേഷ പ്രസംഗം നടത്താൻ എന്നെ ദൈവം നിശ്ചയിച്ചിട്ടില്ല. മത്തായി സുവിശേഷം 15-ാം ഖണ്ഡം 23, 24, 25 വചനം. എന്നിട്ട് ഒരു വാക്കുകൂടി അദ്ദേഹം പൂർത്തീകരിച്ചു. എന്ത്? ഇസ്രായേലിന് പുറത്തുള്ള ജനതയ്ക്ക് സുവിശേഷ പ്രസംഗം നടത്തിയാൽ ഇസ്രായേലിലെ ജനതയ്ക്കുള്ളതാകുന്ന അപ്പക്കഷ്ണം നായകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലാക്കാൻ അവരുടെ പുസ്തകത്തിൽ തന്നെ പറയാൻ. അതിന്റെ അർത്ഥം അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് നിയോഗിച്ചത്? എവിടേക്ക് മാത്രമാണ്? ഇസ്രായേലി സമൂഹത്തിലേക്ക് മാത്രമാണ്. പുറത്തുള്ളവർക്ക് പ്രബോധനം നടത്താൻ എന്നെ നിയോഗിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്. അത് തന്നെ ഖുർആനും പറഞ്ഞത്. ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതായ വ്യക്തിയാണ്, ചൊരിയപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെ നാം നിയോഗിച്ചത് ഇസ്രായേലിലേക്ക് മാത്രമാണ്. ഇസ്രായേലിലേക്ക് മാത്രമാണ്. അവിടേക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ സയ്യിദുനാ ഈസാ. എന്നാൽ ലോകത്തിന്റെ നെറുകയിലേക്ക് മുഴുവനുമായി കാരുണ്യമായി അയച്ചിട്ടുള്ളത് ഒരാളെയുള്ളൂ, ബൽഹറുൽ തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഹബീബായ നബി തങ്ങൾ ഒഴികെ ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെയും അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് ഗ്രാമമാണ്, ഗോത്രമാണ്, പട്ടണമാണ്, പ്രവിശ്യയാണ്. ലോകത്തേക്ക് മുഴുവനുമായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തേക്ക് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ മാത്രം. അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ബേസിക്കായി നബിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട പാഠം ഇതാണ്. നബി എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് നബി. ആ നബിയുടെ അനുയായികളാണ് ആര്? ഒന്ന് കൈവർത്തിക്ക്. എത്ര പേരുണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി തങ്ങൾ പറയാൻ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ തസവ്വജൂ അൽവദൂദ് അൽവദൂദ്, കൂടുതൽ പ്രസവിക്കുന്നവളും കൂടുതൽ സ്നേഹമുള്ളവളുമാകുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫൈനി ഉബാഹി ബികും യൗമൽ ഖിയാമ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സർവരും എത്തുമ്പോ ഓരോ പ്രവാചകന്മാരും അതത് സമുദായവുമായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വരുമ്പോ എന്നെ സമുദായത്തിൻ്റെതാകുന്ന അളവ് കണ്ടുകൊണ്ട്, എന്റെ സമുദായത്തിന്റെ വ്യാപ്തി കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തസവ്വജൂ അൽവലൂദൽ വദൂദ്. ഏറ്റവും കൂടുതൽ പ്രസവിക്കുകയും ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. നാം ഒന്ന് നമുക്കൊന്നുള്ള ഏർപ്പാട് വേണ്ട. മക്കൾ കുറച്ചങ്ങോട്ട് ആയിക്കോട്ടെ, പ്രശ്നമില്ല. എന്താണ് കാരണം? മക്കൾ അധികരിക്കുക അള്ളാഹുവിന് വലിയ സ്നേഹമാണ്. കാരണം എന്താ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കുട്ടി കൂടി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ നീ കാരണമായി. നിനക്കും നിന്റെ ഭാര്യയ്ക്കും അള്ളാഹുവിന്റെ ഒരു തിരുനോട്ടം ഉണ്ടാകും. മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തത് ഹബീബിന് വലിയ ഇഷ്ടമാണ്, മുഹമ്മദ് നബിക്ക് ഇഷ്ടമാണ്. കാരണം നാളെ മഹ്ശറിൽ എത്തുമ്പോൾ നബിയുടെ സമുദായം കൂടുതലായിട്ട് നബിയെ കാണുക എന്ന് പറയുന്നത് നബിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നബിയുടെ ഒരു പൊരുത്തം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മക്കള്, എനിക്ക് ഉസ്താദ് 5 മക്കളുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനിക്കണം. എനിക്ക് 10 മക്കളുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനിക്കണം. അല്ലാതെ എനിക്ക് വന്നേ ഉള്ളൂ ഉസ്താദെ, നമ്മുടെ പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഞാൻ സാന്ദർഭികമായി ഉണർത്തിയതാണ്, ഇടയ്ക്കൊന്ന് ഉണർത്തിയെന്ന് മാത്രം. മനസ്സിലായി? നബിയുടെ സമൂഹം അധികരിച്ചതാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. എന്തിനാ പേടിക്കുന്നത്? ദാരിദ്ര്യത്തെ പേടിയാണോ? ഒന്നും പേടിക്കണ്ട. അതിലൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെൺമക്കൾ അധികരിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാണ്, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. ഇബ്നു മസ്ഊദേ നീ നിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇതാ അവിടുത്തെ ഖിലാഫത്തിരിക്കുന്ന കാലഘട്ടത്തിൽ, അവിടുന്ന് ഖലീഫയായ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു സ്വർണത്തിന് കിഴി തന്നു വിടുകയാണ്. ഞാനത് സ്വീകരിച്ചില്ല. സ്വർണത്തിന്റെ കിഴിയാണ്. ഞാൻ പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിഅ. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഇതാ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പറയാനുള്ള ഒരു എബിലിറ്റി എന്താ ഈ പറയുന്നത്? ഖുർആനിൽ അവലംബം കൊടുക്കാൻ. ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅ പഠിച്ചിട്ടുണ്ട്, എൻ്റെ പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു സഹാബി പറയാൻ. സ്വർണത്തിന്റെ കിഴി കൊണ്ട് കൊടുക്കുമ്പോഴേ ഓർത്തു നോക്കി എന്തൊരു ഈമാനാണ്. നമുക്കിപ്പോ 15,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ഒരു 10,000 രൂപയും കൂടെ തന്നു കഴിഞ്ഞാൽ 2 കൈ നീട്ടി കടന്നു വാങ്ങും നമ്മള്, അല്ലേ? വേണ്ടാന്ന് പറയും ആരെങ്കിലും? പറയൂല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. വാങ്ങണം. ഹദിയ നമ്മൾ വാങ്ങും വേണം. നമ്മളങ്ങനെ വാങ്ങും. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു നയാ പൈസ വേണ്ട. കാരണം ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്നു. ഇതേപോലെ സ്വർണത്തിന്റെ ഒരു കിഴി കൊണ്ട് കൊടുത്തു. അദ്ദേഹം വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനും ഓതും, എൻ്റെ പെൺമക്കളും ഓതും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലും ഇതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായി. അടുത്ത ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തുവിടുന്നു. സ്വർണത്തിന്റെ കിഴി വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പെൺമക്കൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. ഓതാൻ തയ്യാറുണ്ട്. അഴീക്കോട് ജട്ടിയിലെ സഹോദരങ്ങൾ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാരാ ഓതേണ്ടത്? പെൺമക്കളാണ് ഇത് ഓതേണ്ടത്. എൻ്റെ സഹോദരിമാരാണ് ഓതേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്ത്രീകളോടാണ്. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. സ്ത്രീകളെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ, സൂറത്തുൽ വാഖിഅ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിങ്ങളുടെ ഭർത്താവ് ഇതാ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ പാതിരാത്രി സമയത്തും ഇതാ സൂറത്തുൽ വാഖിഅ നീ വീട്ടിലോതിയാൽ ദാരിദ്ര്യം നിർമാർജനമാണ്, ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ അർത്ഥം കെട്ടിയന്മാര് ഖുർആനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിതൊന്നും വേണ്ട, ഉസ്താദ് TV കണ്ടോളാൻ പറഞ്ഞു എന്നർത്ഥമല്ല. നമ്മൾ ഓതണം. അതോടൊപ്പം ആര് ഓതണം? സഹോദരിമാർ ഓതണം. നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കണം സൂറത്തുൽ വാഖിഅ. അവരോടാണ് കൽപ്പന അല്ലാഹുവിന്റെ റസൂലിന്റേത്. ഇന്ന് പക്ഷേ മിക്ക സഹോദരിമാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഉമ്മമാർ ഓതുന്നുണ്ട്, അതുപോലെ സ്ത്രീകൾ ഓതുന്നുണ്ട്, മക്കളെ കൊണ്ട് ഓദിക്കുന്നില്ല. ഓദിക്കണം. പാപ്പായുടെ സ്കൂട്ടറും S3-ഉം S4-ഉം S5-ഉം ഒക്കെ എനിക്ക് താന്ന് പറയുന്ന മക്കള് പാപ്പാക്ക് സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി എന്താ ചെയ്തു കൊടുത്തൂടെ? സാമ്പത്തികം ഉണ്ടാകാനുള്ള ഒരു പോംവഴിയാണ് എന്ത്? സൂറത്തുൽ വാഖിഅ ഓതുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ വാഖിഅ ഓതുക. അപ്പൊ നേരത്തെ പറഞ്ഞ അസ്മാഉൽ ഹുസ്ന ഉണ്ട്, 11 പ്രാവശ്യം സുബഹി കഴിഞ്ഞ് 15 എന്തും പറഞ്ഞു? സൂറത്തുൽ വാഖിഅയും പറഞ്ഞു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചരിത്രത്തിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ വഫാത്തായി പോയി. പക്ഷേ അദ്ദേഹത്തിനോ കുടുംബത്തിനോ, പെൺമക്കൾ അധികരിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ജീവിതത്തിൽ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് അല്ലാഹു കൊടുത്തിട്ടില്ല. എന്തേ കാരണം? സൂറത്തുൽ വാഖിഅ അവർ ഡെയിലി പാരായണം ചെയ്യുമായിരുന്നു. നമ്മുടെ മക്കളോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ ഓതണം, ഖുർആനുമായി ബന്ധം വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മറ്റൊരു ശ്രേഷ്ഠതയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഡീഷണലായി ഒരു ഹെൽപ്പർമാരെയും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല.
നബിതങ്ങളുടെ കൂടെ സഹായത്തിന് ഞാനും കൂടെ ഒരാളും കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് പറയാൻ വേണ്ട, നമ്മുടെ കൂടെ വരണ്ട, നബിയുടെ കൂടെ ആരുമില്ല, മുഹമ്മദ് നബി തരിച്ചാണ്. ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട്? അഡീഷണൽ ഹെൽപ്പർമാർ ഉണ്ടായിട്ടുണ്ട്. നൗഷാദ് ഭായി ബക്കറ്റ് വിരിക്കണ്ടേ? ഉണ്ടോ? ബിസ്മില്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല സ്വതക്ക കൊടുക്കുക. നമ്മുടെ സ്വതക്കകൾ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു സ്വതക്ക സമാപന ദിവസമാണ്. നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ, കാര്യക്ഷമമാക്കുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തമാശയും പാട്ടും ഒന്നും ഇല്ലല്ലോ, ഖുർആനും ഹദീസും വെച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബറക്കത്തുണ്ടാകും ഈ സദസ്സിൽ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹോദരിമാരുൾപ്പെടെ ബക്കറ്റ് വരുമ്പോൾ ഒന്ന് കാര്യക്ഷമമാക്കി നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ 1000, 2000, 10000, 25,000, ഒരു പവനൊക്കെ നിങ്ങൾ നേർച്ചയാക്കിയവർ, കൊടുക്കാൻ വേണ്ടി നിയത്താക്കിയവർ, രോഗശമനത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ നിയത്ത് വെച്ചിട്ടുള്ള സഹോദര സഹോദരിമാരൊക്കെ ആ ബക്കറ്റിൽ നിങ്ങൾ നിയത്ത് എഴുതി അതിൽ കൊടുക്കുക, അവരുടെ സംഘാടകരെ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ നൽകുന്ന സ്വതക്ക പാരത്രിക ലോകത്ത് വിജയത്തിന് അല്ലാഹു നിദാനമാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാകുന്ന ഒരു ദിക്ർ പഠിപ്പിക്കും. ആ ദിക്ർ നമ്മൾ 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ തീർച്ചയായിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചൊല്ലിയവനും ദിക്ർ ചൊല്ലിയവളുമായി ഗണിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് പ്രത്യേകത? എന്താ? ആ ദിക്ർ ചൊല്ലിയാൽ, ഇന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ ദിക്ർ ചൊല്ലിയവനും ചൊല്ലിയവളുമായി അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തും, ലിസ്റ്റിൽ രേഖപ്പെടുത്തും. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ആരാണ് ഹബീബ് റസൂലുള്ളാഹി? എല്ലാവരും ഒന്ന് ഒരാൾക്ക് മൗലാദിയിലേക്ക് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ളലംതു സുന്നത മൻ അഹ്യൽ ളലാമ ഇലാ അനിഷ്തകാത قدما الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാണ്? ഒരു ചരിത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു ഉസൈദ് ബിൻ ഹുദൈർ എന്ന സ്വഹാബിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വർത്തമാനം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ രാത്രി വല്ലാതെ കൂരിരുട്ടാണ്. നിലാവിന്റെ വെളിച്ചം അല്പനേരം ഉണ്ടായിരുന്നു. അല്പനേരം മുന്നോട്ട് പോയപ്പോ ആ നിലാവിന്റെ വെളിച്ചവും അസ്തമിച്ചു പോയാണ്. അതാ കൂരിരുട്ടൂടെ നടന്നു പോകവേ ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൈ വലത് കൈ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. വലത് കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അൽ ഇസാബയിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അദ്ദേഹത്തിന് വേണ്ടി തന്നെ കൈയങ്ങ് പ്രകാശിക്കുകയാണ്. കൈ പ്രകാശിക്കുകയാണ്. ആ പ്രകാശത്തിലൂടെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ചേരും. ഇഴജന്തുക്കളുള്ള കാട്ടിലൂടെ അതാ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നണയുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടുകാര് ചോദിച്ചു പോയി, നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാൻ കാരണമെന്താണ്? ഇത്രത്തോളം ഈ കൂരിരുട്ടിൽ ഒരു ടോർച്ചിനേക്കാൾ പ്രഭ പരത്തിക്കൊണ്ട് നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാനുള്ള കാരണമെന്താണ്?
ഇമ്രാൻ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ, അല്ലയോ പ്രിയപ്പെട്ടവളെ, നിന്നോട് ഞാൻ സത്യം തുറന്നു പറയുകയാണ്, സത്യം തുറന്നു പറയുകയാണ്. എന്റെ ഈ കൈ പ്രകാശിക്കാനുള്ള കാരണം എന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ തൃക്കരത്തിലേക്ക് എന്റെ കൈ ഞാൻ വെച്ചിട്ടുണ്ട്. ലിഅന്നീ മാമസിസ്തു ബിയദി ദക്കരീ മുൻദു അന്നീ ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്തതിന് ശേഷം എന്റെ ഈ വലത് കൈ കൊണ്ട് ഇന്ന് വരെ എന്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. എന്റെ ലൈംഗിക അവയവത്തിൽ ഇന്ന് വരെ എന്റെ വലത് കൈ സ്പർശിച്ചിട്ടില്ല. മാമസിസ്തു ബിയദി, എന്റെ വലത് കൈ കൊണ്ട് ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ബിദക്കരി, എന്റെ ദക്കറിലേക്ക്, എന്റെ ജനനേന്ദ്രിയത്തിലേക്ക് എന്റെ വലത് കൈ ഞാൻ ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. ഏത് സമയം മുതൽക്കെന്നറിയുമോ? മുൻദു അന്നീ ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പൊങ്കവരുടെ വലത് കൈയിലേക്ക് എന്റെ കൈയൊന്നടിച്ചതിന് ശേഷം, ബൈഅത്ത് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് വരെ എന്റെ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. ആ പ്രവാചകരുടെ കൈയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. ഇജ്ലാലം വ തഅലീമാ ബിയദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയോടുള്ള എന്റേതാകുന്ന താല്പര്യമാണ്, എന്റെ സ്നേഹമാണ്, ബഹുമാനമാണ്. അത് കാരണമായിട്ട് എന്നെ വലത് കൈ പ്രകാശിക്കുകയാണെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ബൈഅത്ത്? ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും തങ്ങള് മുഹമ്മദ് നബിയാണ്, അവിടുത്തെ പ്രവാചകരാണ്, അവിടുത്തെ അബ്ദാണ്. ഞാനിതാ സാക്ഷ്യം വെക്കുന്നു. അലയ്യ ബിസ്സമഇ വ ത്വാഅ, അലയ്യ ബിസ്സമഇ വ ത്വാഅ, നിങ്ങൾ അനുസരിക്കാൻ, നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കാൻ ഞാനിതാ തയ്യാറാണ്. ഇതിത്രയും നേരമേ ബൈഅത്തുള്ളൂ, അഥവാ 10 സെക്കൻഡ് മാത്രമാണ് നബിയുടെ കയ്യിൽ അടിച്ച് ബൈഅത്ത് ചെയ്യുന്നത്. ആ 10 സെക്കൻഡ് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകളിലേക്ക് എന്റെ കൈയൊന്ന് തട്ടിയത് കൊണ്ട് ഇതാ എന്റെ കൈ പ്രകാശിക്കുകയാണ്.